ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും നന്നായിരിക്കുന്നില്ലേ? ഞാനും നന്നായിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട 2025 ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ഉം. ആ, എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു കലണ്ടറൊക്കെ ഉണ്ടാക്കി വർഷങ്ങൾ, 1 വർഷം, 2 വർഷം, 3 വർഷം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ നമ്മളുടെ ജീവിതം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ അങ്ങ് പോവാണ്. അപ്പം കലണ്ടർ വൈസ് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു 2024 ഒരു തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന 2025 അത് എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ ധൈര്യമായിട്ട് പറയാം. കാരണം കഴിഞ്ഞല്ലോ. അതല്ലാതെ അതങ്ങനെ പറയാനായിട്ടൊരു ധൈര്യം ഉണ്ടാവില്ല നമുക്ക്. കൊള്ളാം, കുഴപ്പമില്ല എന്നൊക്കെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തുടങ്ങി നമുക്ക് കല്ലുകടി. പൊതുവേ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് വളരെ മോശം, എനിക്കങ്ങനെ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതായത് ഭയങ്കര ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു 2024. എന്താ ഇതൊക്കെ എന്താ ഇങ്ങനെ, ഇതിൽ എന്താണ് സത്യം, അല്ലെങ്കിൽ ആരെ വിശ്വസിക്കാം ആരെ വിശ്വസിക്കരുത്, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു 2024. അതിൽ ഞാൻ കുറേ കടന്ന് കരഞ്ഞു, സങ്കടപ്പെട്ടു, കുറേ വിഷമിച്ചു, ഒറ്റപ്പെടലൊക്കെ പറയേ വേണ്ട. അപ്പം അതൊക്കെ കഴിഞ്ഞ് 2025 ആയപ്പം കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും നമുക്ക് ഇച്ചിരി വകതിരിവ് വന്നു. നമ്മൾക്ക് ഇച്ചിരി എന്താ പറയുക, എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ വന്നു. നമ്മളെവിടെ, എങ്ങനെ, ആരോട്, ആരൊക്കെ നമ്മളോട് എങ്ങനെയൊക്കെ പെരുമാറുന്നത്, അതിൽ ഈശ്വരൻ്റെ ഒരു കടാക്ഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ഞാനാണെങ്കിൽ എന്താ പറയുക, ഞാൻ ഇച്ചിരി കുരുത്തം കെട്ടതാണെങ്കിലും ഞാനിങ്ങനെ പറയുമോ നമുക്കൊക്കെ ഒരു ഭാഗ്യമില്ല അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചാലും അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊല്ലാപ്പ് ഞാൻ വാങ്ങിച്ച് തലയിൽ വെച്ചിട്ട് അയ്യോ അങ്ങനെ ഞാൻ വിചാരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ചാടി വീണ് എന്നെ തോളിലെത്തി പറത്തിക്കൊണ്ട് പോകുന്ന ഡിങ്കനാണ് എനിക്ക് ദൈവം. സത്യമായിട്ടും അങ്ങനെയാണ്. എന്നെ ഭയങ്കരമായിട്ട്, എന്നെ പറ്റി ഭയങ്കര കരുതലുള്ള ഒരാളാണ് ദൈവം. എന്നെ കൊണ്ടായിട്ട് ഞാൻ ഇപ്പം കാണിച്ചു തരാടി, ഇപ്പം പണിയരാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ അബദ്ധങ്ങളോ ആപത്തുകളോ ഒന്നും അങ്ങനെ പൊതുവേ വലിയ സീരിയസ്ലി ഈശ്വര ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നാളെ എനിക്ക് പണി കിട്ടും. അപ്പം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഈശ്വര കടാക്ഷമുള്ള ഒരാളാണ്. അപ്പം ഈശ്വരൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പല തിരിച്ചറിവുകൾ നമ്മളിങ്ങനെ കൂടെയൊക്കെ നിന്നിട്ട് നല്ല പണിയുള്ള ആൾക്കാരെയൊക്കെ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ടും അതുകൊണ്ടുമൊക്കെ തിരിച്ചറിഞ്ഞൊരു വർഷമാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ കാണിച്ചു തന്നെ, ഈശ്വരൻ കാണിച്ചു തന്നിട്ടുള്ളൊരു വർഷമായിരുന്നു 2025 എന്ന് പറയുമ്പോഴത്തേനും. അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹിക്കണ്ടേ 2025-നെ. പിന്നെ എന്താ പറയുക, 2024 നിന്ന് ഇങ്ങനെ ഞാൻ കൺഫ്യൂഷൻ അടിച്ച്, അല്ലെങ്കിൽ വിഷമിച്ച്, സങ്കടപ്പെട്ട്, ഈശ്വര എനിക്ക് എൻ്റെ ഒരു മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ആരും ഇല്ലല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു സങ്കടത്തിലായിരുന്നു. അതിൽ നിന്ന് ഞാനിങ്ങനെ പുറത്തോട്ട് വരാനായിട്ട് ഒരു 2024 ഒരു അവസാന ഘട്ടത്തോടു കൂടി ഈശ്വരന് മനസ്സിലായി, അയ്യോ എൻ്റെ കൊച്ചി കുറേ സങ്കടപ്പെടുന്നുണ്ട്, കുറേ വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈശ്വരനായിട്ട് കുറേ ഫ്രണ്ട്സിനെ എൻ്റെ ജീവിതത്തിലോട്ട് വന്നു. അവരാണെങ്കിൽ ദൈവം ഏൽപ്പിച്ച പണിയല്ലേ, ഉഴപ്പുന്നത് എങ്ങനെയാ, ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മുടെ കൂടെ ചങ്കായിട്ട് കട്ടയ്ക്ക് നിന്ന കുറേ കൂട്ടുകാർ. അതായത് ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഇന്ന് രാവിലെ ഇൻസ്റ്റ ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോഴത്തേനും അതിലിങ്ങനെ ഫ്രണ്ട്സ്, അതായത് നിങ്ങളുടെ 2026 ബെസ്റ്റ് 6 പിക്ചേഴ്സ്, ഞാനതിങ്ങനെ എടുത്തിട്ട് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ എന്ന് മാത്രമല്ല അവരിൽ പലരിലുമായിട്ട് നിൽക്കുന്ന പിക്സും ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി, ഞാൻ ഏത് ഒഴിവാക്കും, ഏത് വെക്കും. എൻ്റെ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ കാട്ടിലടിച്ച് കളഞ്ഞു എന്നൊക്കെ പറയാം. അപ്പം എനിക്ക് അത് ഫോട്ടോസ് ഇല്ലാത്തതാണെങ്കിലും കുറേ നല്ല കൂട്ടുകാരുമായിട്ട് നല്ല കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു വർഷമായിരുന്നു 2025. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഓഫീസിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഒരു മെച്യൂരിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോഴാണെങ്കിലും, നമ്മുടെ കൂടെയുള്ള ആളുകളാണെങ്കിലും അവരോട് എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ആരെ നമ്മൾ അടുപ്പിച്ച് നിർത്തണം, ആരെ കുറച്ചിങ്ങോട്ട് നീക്കി നിർത്തിയാൽ നമുക്ക് കുറച്ചുകൂടെ സമാധാനം കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പഠിച്ചു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് എന്താ പറയുക, താരതമ്യേന എൻ്റെ ഒരു ലൈഫിൽ പോക്ക് വെച്ചിട്ട് താരതമ്യേന കുറച്ച് സമാധാനമുള്ള, എന്ന് വെച്ചാൽ ഞാൻ കരഞ്ഞിട്ടില്ലെന്നോ ഞാൻ സങ്കടപ്പെട്ടിട്ടില്ലെന്നോ ഒന്നുമല്ല, ലക്ഷ്യം കെട്ട് കടന്ന് കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ വിഷമിക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്, എത്ര വലിയ സങ്കടം വന്നെന്ന് പറഞ്ഞാലും ഞാൻ കടന്ന് കരയും, ഞാൻ നല്ലോണം കടന്ന് കരയും, കരഞ്ഞ് ആ വിഷമം അങ്ങോട്ട് കിളക്കി കളയും. പക്ഷേ ആ ഒരു കരച്ചിലിന് ഞാൻ കൊടുക്കേണ്ടി വന്ന സമയമൊക്കെ കുറച്ച് കുറവായിരുന്നു, അത്രയ്ക്ക് അങ്ങോട്ട് കരയേണ്ടി വന്നില്ല. പക്ഷേ ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്, ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഭയങ്കര കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും താരതമ്യേന എൻ്റെ ഒരു ജീവിതത്തിൻ്റെ പോക്കൊക്കെ വെച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു വർഷമായിരുന്നു 2025. നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ പണി കിട്ടും, എൻ്റെ ഒരു നാക്കിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ എന്തായാലും 2025 ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേനും എനിക്ക് വിഷമമുണ്ട്. എനിക്ക് ഇത്രയും സന്തോഷം ഇത്രയും ഫ്രണ്ട്സിനെ തന്നാണ്. എനിക്കതാണ്, ഞാനുണ്ടല്ലോ എൻ്റെ ഒരു സ്കൂൾ ടൈമൊക്കെ വെച്ചിട്ട് ഇപ്പം എൻ്റെ ഒരു ക്ലാസ് എന്നോ എൻ്റെ ഒരു ഡിവിഷനോ അങ്ങനെയൊന്നും, ഇപ്പോൾ കോളേജിലാണെങ്കിലും ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അല്ലെങ്കിൽ
എനിക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഞങ്ങളുടെ കോളേജിൽ താഴത്തെ ബിൽഡിങ്ങിൽ പഠിക്കുന്ന HDCയിലെ പിള്ളേരിൽ വരെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ക്ലാസ്സോ ഡിവിഷനോ അങ്ങനെ ഒരു നോട്ടവും ഇല്ലാതെ ഇങ്ങനെ പാറി നടന്ന് കൂട്ടുകെട്ടുണ്ടാക്കുന്നത് പോലെ ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ എണ്ണം ഇങ്ങനെ ചുരുങ്ങി 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 ആരുമില്ലാത്ത, അതായത് ഞാനിങ്ങനെ 23, 24 ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഈശ്വര എനിക്കത് മനസ്സിൽ എൻ്റെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ പറയാൻ ഈ ലോകത്തിലൊരു മനുഷ്യനില്ല. കാരണം ഞാൻ പോയി പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ അത് കറക്റ്റ് പേഴ്സൺ അല്ലെങ്കിലത്തെ അവസ്ഥ, അങ്ങനെ ഒരു കറക്റ്റ് പേഴ്സൺ ഇല്ലാത്ത ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. എത്ര സങ്കടകരമാണെന്നറിയാം. പക്ഷെ ഇപ്പം അത് കഴിഞ്ഞിട്ട് 2024 അവസാനത്തോടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ, എനിക്കിങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഇവർ ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എൻ്റെ മൈൻഡ് സെറ്റ് വരുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എനിക്ക് ഫ്രണ്ടോ, ഓക്കെ നോക്കാം, കൂടെ കൊണ്ടുപോയി നോക്കട്ടെ, സെറ്റ് ആവുകയാണെങ്കിൽ ഓക്കെ, നല്ലൊരു സുഹൃത്താണെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ എന്താ, ഞാനിപ്പോൾ ഒറ്റയ്ക്ക് നടക്കാണ്ട് ഞാൻ ശീലിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ. ഞാൻ ഈ പറയുന്നത് സുഹൃത്തുക്കളുടെ കാര്യമാണ് കേട്ടോ. ഇതിനെ ഇനി മസാല ചേർത്ത് വേറൊന്നും ആക്കാൻ നിൽക്കണ്ട. സുഹൃത്തുക്കളുടെ കാര്യമാണ് ക്ലിയർലി പറയുന്നത്. അതായത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേനും എനിക്കങ്ങനെ ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ അങ്ങനെ ആരെങ്കിലും ഇല്ലാതെ കുറേ കിടന്ന് കഷ്ടപ്പെട്ട. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്നമ്മേ എനിക്ക് വിഷമം വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരാൻ പാകത്തിന് നേര് കൊച്ച്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. 2025 തന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് എൻ്റെ ആ കൂട്ടുകാരാണ്. കുറേ പേരുണ്ട്, ഞാൻ അന്നമ്മയുടെ മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ അങ്ങനെ എനിക്ക് കുറേ പേരുണ്ട്. അങ്ങനെ എന്നെയാണ് പറയാനിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്. അപ്പം ഞാൻ ആരെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അവർക്കൊക്കെ വിഷമാവില്ല. അപ്പോൾ ആരും വിഷമിക്കണ്ട. അങ്ങനെ എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്. അങ്ങനെ കുറേ കൂട്ടുകാരെ കിട്ടിയ ഒരു വർഷമായിരുന്നു. അപ്പം ടാറ്റ പറഞ്ഞ് അത് പോവാണ്. അങ്ങനെ ടാറ്റ പറഞ്ഞു പോകുമ്പോഴത്തേനും എനിക്ക് വിഷമമുണ്ട്. ഇതിൻ്റെ ഈ ഒരു കണ്ടിന്യൂഷനായിട്ട് 2026 വരുമ്പോൾ എനിക്ക് പണിയൊന്നും കിട്ടല്ലേ, അതേ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര സന്തോഷമാണ്, നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത 2025 വരുമ്പോൾ ഒക്കെ കൊണ്ടുപോയി കല ഒടിച്ചേക്കരുത്. 25 എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടും ഒക്കെ മനസ്സിലാക്കി വേണം 26 നീ കയറി വരാൻ. അപ്പം നല്ലൊരു കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മ കൊടുത്ത് ഒരു കടിച്ച് പറിച്ച് ഇടിച്ച് പഞ്ചറാക്കി, പഞ്ചറാക്കേണ്ട പാവം ടാറ്റ പറഞ്ഞ് വളരെ സ്നേഹത്തിൽ 2025 യാത്രയാക്കാം. അപ്പോൾ 2025 പോയി വരൂ. വരില്ലല്ലോ അല്ലേ, അപ്പോൾ പോയിക്കോളൂ ടാറ്റ. അപ്പോൾ അത് പോട്ടെ, നമുക്ക് 2026 ഇനി വരവേൽക്കാം. എല്ലാവിധ സന്തോഷങ്ങളും സമ്പൽ സമൃദ്ധികളും അനുഗ്രഹങ്ങളും എല്ലാം വാരിക്കോരി കൊണ്ടുവരട്ടെ 2026. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.